എന്നോട് ഒരാൾ ചോദിച്ച് ബായ് കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? അപ്പോൾ ഞാൻ പറഞ്ഞു കുറേയായി, ഒരു മാക്സിമം 15 വർഷം. അപ്പോൾ എന്നോട് ചോദിക്കേ അപ്പോൾ ഇവിടെ എത്ര വയസ്സിൽ വന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു 8 വയസ്സിൽ വന്നത്. അപ്പോൾ എത്ര നന്നായിട്ട് മലയാളം പറയണതോ? അപ്പോൾ ഞാൻ പറഞ്ഞു പഠിച്ചതാ. അത് പോട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു എത്ര വയസ്സിൽ കേരളത്തിൽ വന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു 8 വയസ്സിൽ. അപ്പോൾ പറയണേ സ്കൂളൊന്നും പോയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം? അത് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു എന്തിനി സ്കൂളിൽ പോയിട്ട് എഴുതാ പിന്നെ വായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞു, ഇതൊക്കെ അറിയാം, വായിക്കാനൊക്കെ എഴുതാനൊക്കെ അറിയാം. അപ്പോൾ പറഞ്ഞു സ്കൂളിൽ പോകാതെ എങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു മൈൻഡ് വേണം, മൈൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാൻ വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടില്ല പഠിക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് പോകണം. പിന്നെ ഈ ലൈഫിൽ ജീവിക്കുകയാണെങ്കിൽ മൈൻഡ് വേണം, മൈൻഡ്. അല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കാത്ത അവരുണ്ട് നല്ല പൈസക്കാര, പിന്നെ പഠിച്ച അവരും നല്ല പൈസക്കാരാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മയാക്കണം, സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം, ഞാൻ സ്കൂളിലൊന്നും പോയില്ല. അപ്പോൾ അവർ ചിരിച്ച് വയ്യായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും എനിക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് കഴിക്കാം. കാരണം എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് കഴിക്കാം, അതുമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ട് എന്താ ചെയ്യണേ? അപ്പോൾ പറയേ നമ്മളിവിടെ കസറിൽ ഇരുന്നിട്ട് പൈസ വാങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു കസറിൽ ഇരുന്നിട്ടാണ് പൈസ വാങ്ങണേ. പക്ഷേ എത്ര വർഷം വരെ പഠിച്ചു? 30 വയസ്സ് വരെ പഠിച്ചു. 30 വയസ്സ് വരെ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ജോലി വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കണം. അതുപോട്ടെ, ഒരു 10-20 വർഷം അങ്ങനെ നിങ്ങൾ പോവും. പക്ഷേ നമ്മൾ ഈ 10-20 വർഷം കൊണ്ട് വീടും പൈസ എല്ലാം ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കും, നിങ്ങൾ ഓഫീസിലാണ് ഇരിക്കും. പക്ഷേ സമയം സെയിമാണ്, ടൈം സെയിമില്ല. മൈൻഡ് എന്ത് ചെയ്യണേ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ? പഠിച്ചാലും പഠിക്കാത്തും നിങ്ങളുടെ മൈൻഡ് ഇത്രയും തിരിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നിട്ട് കഴിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ആർക്കായാലും വീഡിയോ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ മലയാളി കുറേ അങ്ങനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നല്ല പൈസ ഒക്കെ വരുമാനം വാങ്ങാനുണ്ട്. പക്ഷേ ഞാൻ പ്രൊമോഷനാക്കി തരാം. ഇൻസ്റ്റാഗ്രാമിലായാലോ ഫേസ്ബുക്കിലായാലോ സോഷ്യൽ മീഡിയയിലെ ബിസിനസ് പ്രൊമോഷൻ ചെയ്യാനവർ ബിസിനസ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഞാൻ ചെയ്തു തരും. ഓക്കെ? ആരും മറക്കരുത്. താങ്ക് യു സോ മച്ച്.